നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4, ബോൺമൗത്ത് 4. കഴിഞ്ഞ 3 ഗെയിംസ് ഓൾഡ് ട്രാഫേർഡിൽ ഔട്ട് ഓഫ് 9 പോയിൻറ്റ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെക്യൂർ ചെയ്തിരിക്കുന്നത് വെറും 2 പോയിൻറ്റ്സ് മാത്രമാണ്. 7 പോയിൻറ്റുകൾ ഹോം ഗ്രൗണ്ടിൽ നഷ്ടപ്പെടുത്തിയിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിൽക്കുന്നത്. അഹമ്മദ് ദിയാലോ 13ാമത്തെ മിനിറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി സ്കോർ ചെയ്യുന്നു. പിന്നെ 40ാമത്തെ മിനിറ്റ് ആയപ്പോൾ ആന്റോയിൻ സെമിന്യോ ഗോൾ തിരിച്ചടിക്കുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ എക്സ്ട്രാ ടൈമിൽ കാസമീറോ ഒരു ഗോൾ തിരിച്ചടിച്ചിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലീഡ് സമ്മാനിക്കുന്നു. സെക്കൻഡ് ഹാഫ് ആദ്യത്തെ മിനിറ്റിനുള്ളിൽ തന്നെ വീണ്ടും ബോൺമൗത്ത് തിരിച്ചടിക്കുകയാണ്. സെക്കൻഡ് ടൈം അവർ പിന്നിൽ നിന്ന് വന്നിട്ട് അവർ 46th മിനിറ്റിൽ ഇവാനിൽസണിലൂടെ സ്കോർ ചെയ്യുന്നു. തൊട്ടടുത്ത ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ വീണ്ടും അവർ മൂന്നാമത് സ്കോർ ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ ലീഡ് എടുക്കുകയാണ്. അപ്പം 3-2 നിന്ന് ലീഡിൽ നിൽക്കുവാണ്. അത് മാർക്കസ് ടെവനിയർ 52nd മിനിറ്റിൽ ആ ഗോൾ സ്കോർ ചെയ്തത്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കിണഞ്ഞ് പരിശ്രമിച്ചതിന് ശേഷം 77th മിനിറ്റ് ആകുമ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ഫ്രീ കിക്കിലൂടെ ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ 2 മിനിറ്റിനുള്ളിൽ തന്നെ മത്യാസ് കുഞ്ഞയുടെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നിലെത്തുന്നു 4-3. അപ്പോൾ ആ ഒരു ടൈം ആയപ്പം നമ്മൾ എല്ലാവരും വിചാരിച്ചു കളി എന്തായാലും ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ 84th മിനിറ്റ് ആയപ്പോൾ എലി ജൂനിയർ ക്രൂപ്പിലൂടെ ബോൺമൗത്ത് തിരിച്ചടിക്കുന്നു. വീണ്ടും അവർ പിന്നിൽ നിന്ന് വന്നിട്ട് 3ാം പ്രാവശ്യം സമനില നേടുകയും ചെയ്യുന്നു. ഇതാണ് ഇന്നലത്തെ ഗെയിമിൽ നടന്നിട്ടുള്ള ഗോൾ സമ്മറി. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ ഷോ. സോ ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് എ ബ്രൈറ്റ് സ്റ്റാർട്ട്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രസ്സിങ് കാഴ്ചവെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരു പോസിറ്റീവ് ഇൻറ്റൻറ്റോടുകൂടി തന്നെയാണ് കളി തുടങ്ങിയത്. ഫസ്റ്റ് ഹാഫിൽ ഒരു 30 മിനിറ്റ്സ് വരെയൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അപ്പോൾ ആ ടൈമിനുള്ളിലാണ് ഗോൾ സ്കോർ ചെയ്ത് തുടരെ ആക്രമണം അഴിച്ചുവിട്ടിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടങ്ങിയത് തന്നെ. പിന്നീട് അവർ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. 40th മിനിറ്റ് ആയപ്പം സെമിന്യോ ഗോൾ സ്കോർ ചെയ്യുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ എന്താ പറയുക, നമ്മുടെ അറ്റാക്കിൽ ഒരു കുറവും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. വി വെ കണ്ടിന്യൂസ്ലി അറ്റാക്കിങ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡ് ആയപ്പോൾ എക്സ്ട്രാ ടൈമിൽ കാസമീറോ ഗോൾ സ്കോർ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ചരിത്രവും കൂടെ പറയാനായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 41 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു 1984 ടൈം മുതൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫിൽ ലീഡ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം ആ ഗെയിം ഇന്നേ വരെയ്ക്ക് തോറ്റിട്ടില്ല എന്നുള്ളൊരു റെക്കോർഡ് അവിടെ ഉണ്ട്. അതായത് ലാസ്റ്റ് 388 ഗെയിംസിൽ നിന്നും 355 ഗെയിംസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചു, 25 ഗെയിംസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡ്രോ പിടിച്ചു, 0 ലോസ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷയോടുകൂടിയാണ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്തോ പറയാനായിട്ടെന്ന് വെച്ച് പറഞ്ഞാൽ കളി തുടങ്ങി 40 സെക്കൻഡ് ആകുന്ന ടൈമായപ്പോൾ ഇവാൻസിലോടുകൂടി ആ ഗോള് അവർ സ്കോർ ചെയ്തിട്ട് 2-2 പിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ഗോളിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിഫൻസ് വളരെ ആബ്സെൻറ്റഡ് ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. വളരെ എന്താ പറയുക, കാഷ്വലായിട്ടോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ആ ഒരു ത്രൂ പാസ് ഇവാൻസിൽ കിട്ടുന്നതും ഇവാൻസിൽ ആ ഗോൾ സ്കോർ ചെയ്യുന്നതും. ആ ഗോൾ സ്കോർ ചെയ്തതിൻ്റെ ആഘാതത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളി തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു പ്രഹരം എന്നുള്ള രീതിയിലാണ് അടുത്ത ഗോൾ സ്കോർ ചെയ്യുന്നത്. മാർക്കസ് ടെവനിയർ ആ ഗോൾ സ്കോർ ചെയ്തിട്ട് അവർ ലീഡ് എടുക്കുകയാണ്, 3-2 ലീഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും പഴയ കാര്യങ്ങളിലേക്കാണ് ഓർമ്മ പോയത്. അതായത് ആദ്യമേ ഫസ്റ്റ് ഹാഫൊക്കെ കളിച്ചിട്ട് പിന്നെ അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ പെട്ടെന്ന് കൊണ്ട് ഈ ലാപ്സ് ഇൻ കോൺസെൻട്രേഷനിലൂടെ ഗോൾ കൊടുക്കുന്നതും ഗോൾ വഴങ്ങി അവർ കളി ജയിക്കുന്നതൊക്കെ ആയിട്ടുള്ള മാച്ചസ് നമ്മൾ ഇതിലേക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു സാഹചര്യം തന്നെ ആയിരിക്കും എന്നുള്ളൊരു രീതിയിലായിരുന്നു ഈ കളിയിലും മുമ്പോട്ട് പോയത്. പക്ഷേ സെക്കൻഡ് ഹാഫായി അവർ ലീഡ് എടുത്തതിന് ശേഷം പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെഗുലറായിട്ട് ട്രൈ ചെയ്തുകൊണ്ടായിരിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽസിന് ചേർന്നിട്ടുള്ളൊരു ഗെയിമായിരുന്നു. കാരണം അവർ കാണുന്ന പറഞ്ഞാൽ തുടരെ ആക്രമണം എന്നുള്ള രീതിയിലാണ്. രണ്ട് സൈഡിൽ നിന്നുള്ളും നല്ല രീതിയിലുള്ള പെർഫോമൻസ് വൈസ് ലൈക്ക് അറ്റാക്ക് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരു ന്യൂട്രൽസിന് കളി കാണുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ഗെയിം ആയിരിക്കും. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു ഗെയിം തന്നെയായിരുന്നു. കാരണം ഇന്നലെ ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര രീതിയിൽ എന്താ പറയുക, ഒരു ഹൈ പ്രഷറിൽ നിൽക്കുന്ന ഒരു ഫീലായിട്ടാണ് തോന്നിയത്. നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോൾ ഗോൾ അടിക്കും, ജയിക്കുമോ എന്നുള്ള ഒരു രീതിയിൽ തന്നെ ആയിരിക്കും. കാരണം അത്രയ്ക്കും ഹൈ ടെമ്പോ ഗെയിം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് വേറെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡിൽ കാസമീറോ
പോയതിനു ശേഷം കസമീറിനെ സെക്കൻഡ് ഹാഫിൽ നേരത്തെ തന്നെ വിഡ്രോ ചെയ്തിട്ട് മെനുവിനെ കൊണ്ടുവന്നു. കസമീറോ പോയതിനു ശേഷം ആ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഇല്ലാതായി. കാരണം അവർ എത്ര പ്രാവശ്യമാണ് നമ്മുടെ മിഡ്ഫീൽഡിനെ കട്ട് ചെയ്ത് ബോള് അഡ്വാൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതും പ്ലെയേഴ്സിനെ ബീറ്റ് ചെയ്തിട്ട് ഡിഫൻസിലേക്ക് പോയി പാസ് കൊടുത്തിട്ട് അവർ ഗോൾ അടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ മെയിൻ പ്രോബ്ലമാണ്. കാരണം നമുക്കറിയാം കസമീറോ എന്നുള്ളൊരു വെറ്ററൻ താരം, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള താരം ആണ് ഈ മിഡ്ഫീൽഡിനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പല ആൾക്കാരും ഏജിനെ കുറിച്ചിട്ടും എന്താ പറയുക, സ്ലോ ആണ് കസമീറോ എന്ന് പറയുന്നു, കാർഡ് പലപ്പോഴും വാങ്ങിക്കുന്നു എന്നുള്ള പല പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും കസമീറോ എന്നുള്ള പ്ലെയറിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എടുത്ത് ഒഴിവാക്കാനായിട്ട് പറ്റാത്തൊരു കാര്യമാണ്. കാരണം എല്ലാ ഗെയിമിലും കസമീറോയുടെ സാന്നിധ്യം നമുക്കത് ഫീൽ ചെയ്യും. കസമീറോ ഇല്ലാതിരിക്കുന്ന സമയത്തും അത് നമുക്ക് ഫീൽ ചെയ്യും. എത്ര പ്രാവശ്യമാണ് നമ്മുടെ പ്ലെയേഴ്സ് ഇന്നലെ ബീറ്റൺ ആയിട്ടുണ്ടായിരുന്നത്. ബ്രൂണോ, പിന്നെ അതിനുശേഷം മെയിനും. ഇവരെ കാരണം രണ്ടുപേരും അവരുടെ നാച്ചുറൽ പൊസിഷനല്ല കളിക്കുന്നതുള്ള പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ മിഡ്ഫീൽഡ് എന്താ പറയുക, അതിനനുസരിച്ചുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവന്നിട്ട് അത് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വി ആർ ഗോയിങ് ടു സഫർ. അത് ഉറപ്പായിട്ടും ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്ലെയറും എങ്കിലും നമുക്ക് കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് ഉള്ള ചാൻസ് നഷ്ടപ്പെടും. ഒരു യൂറോപ്പ അറ്റ്ലീസ്റ്റ് കിട്ടാനായിട്ടുള്ളൊരു അവസരമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം ഇതേപോലത്തുള്ള ചാൻസസുകൾ ഇനിയും വീണ് കിട്ടത്തില്ല. കാരണം നമ്മൾ കഴിഞ്ഞ 3-4 വീക്കുകളിലായിട്ട്, ഗെയിം വീക്കുകളിലായിട്ട് എത്ര ഓപ്പോസിഷൻ ടീംസാണ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ സാഹചര്യത്തിൽ നമുക്ക് ജയിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു. നമുക്ക് പോയിന്റ് ടേബിളിൽ 3rd പൊസിഷനിൽ വരെ എത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് നമ്മൾ അതെല്ലാം കളഞ്ഞു വിളിക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗെയിംസിൽ ഇത്രയും പോയിന്റ്സ് നഷ്ടപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അവസാനം അത് ദുഃഖിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഉറപ്പായിട്ടും മിഡ്ഫീൽഡ് ജനുവരി ട്രാൻസ്ഫറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യമാണ്. അപ്പം മിഡ്ഫീൽഡ് ഇല്ലാത്ത സിറ്റുവേഷനിലാണ് ഡിഫൻസും പൊട്ടുന്നത്. നമ്മൾ ഇന്നലത്തെ കളിയിലാണെങ്കിലും എയ്ഡൻ ഹെവൻ ആയാലും ഷോയുടെ മിസ്റ്റേക്കിലാണ് ആ ഗോള് സ്കോർ ചെയ്യുന്നത്. പിന്നെ ലെനി യോറോ, പിന്നെ എന്താ പറയുക, ഇവരുടെ ഡിഫൻസിൻ്റെ ഇഷ്യൂ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർ മിഡ്ഫീൽഡ്, അത് ഷീൽഡ് ചെയ്യാനായിട്ടുള്ളൊരു മിഡ്ഫീൽഡ് ഇല്ലാതിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഡിഫൻസിനെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പിന്നെ ഡിലിറ്റിൻ്റെ അഭാവം ഉറപ്പായിട്ടും എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു സമയമായിരുന്നു. കാരണം നമുക്ക് ഉള്ള ഡിഫൻസ് എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സാണ്. പിന്നെ ഷോ എന്നൊരു പ്രോപ്പർ ഡിഫൻഡറൊന്നുമല്ല, ലൈക്ക് ഒരു മേക്ക് ഷിഫ്റ്റ് ഡിഫൻഡർ എന്നുള്ള രീതിയിൽ മാത്രമേ ഷോനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അല്ലാത്തതെന്ന് പറഞ്ഞാൽ വളരെ യങ് ഡിഫൻസാണ് നമുക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഉള്ളത്. അപ്പം ഡിലീറ്റ് ഇല്ലാത്തതിൻ്റെ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. മെഗ്വയർ, നമ്മൾ ഈ ഒരു ഗെയിമിലായിരുന്നു ഒരു ബാക്കിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിഫൻഡർ ലൈക്ക് മെഗ്വയർ അല്ലെങ്കിൽ ഡിലീറ്റിൻ്റെ അഭാവം നല്ല രീതിയിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ ഐ തിങ്ക് അവർ തിരിച്ച് വരേണ്ടത് തന്നെയാണ് ടീമിൻ്റെ ആവശ്യം. എനിക്കറിയത്തില്ല ഇവരുടെ ഇഞ്ചുറി എത്ര നാൾ നീണ്ടു നിൽക്കുന്ന ഇഞ്ചുറി ആണെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഡിഫൻസ് നമുക്ക് ഒത്തിരിയധികം ഹേർട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ ഈ ഫോർമേഷനിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബാക്ക് 3 കളിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് യൂസ്ലെസ് പ്ലേയിങ് എ ബാക്ക് 3 അല്ലേ. കാരണം ഇത്രയും ഗോളുകൾ നമ്മൾ എല്ലാ കളികളിലും വഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു എന്താ പറയുക, ക്ലീൻ ഷീറ്റ് പോലും ഒരു ക്ലീൻ ഷീറ്റ് അങ്ങാണ്ട് ഈ സീസണിൽ ഉള്ളൂ. ബാക്കി എല്ലാ കളികളിലും നമ്മൾ ഗോൾ വഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇതിൽ വരുമ്പം എന്തിനാ ബാക്ക് 3? അറ്റ്ലീസ്റ്റ് ആ ഒരു എക്സ്ട്രാ പ്ലെയറിന് മിഡ്ഫീൽഡ് ഇടുവാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യും. അല്ലാതെ ബാക്ക് 3 ഇട്ട് കഴിഞ്ഞാൽ ഈ ഗോൾ തന്നെയാണ് വഴങ്ങുന്നത്. അതിനെക്കാട്ടി നല്ലത് 2 സെൻറ്റർ ബാക്സിനെ വെച്ചിട്ട് പിന്നെ 2 എന്താ പറയുക റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കിനെ വെച്ചിട്ട് അങ്ങനത്തെ നോർമൽ ഫോർമേഷനിൽ 4 ബാക്ക് കളിക്കുന്നതായിരിക്കും ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലാതെ ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ്, അതിനുള്ള പ്ലെയേഴ്സ് നമുക്കില്ല. അപ്പം ഐ തിങ്ക് ഈ ഫോർമേഷനിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് അമറും ശ്രമിക്കും എന്നാണ് കേൾക്കുന്നത്. കാരണം ന്യൂസ് റിപ്പോർട്ട്സ് അനുസരിച്ച് 4-3-3 പോകാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആഫ്കോൺ പ്ലെയേഴ്സ് പോകുന്നത് കൊണ്ട്, അമിത് ദിയാലോവും എംബൂമോ പിന്നെ മസറാവി പോകുന്ന സ്ഥിതിക്ക് എന്താ പറയുക, നമ്മുടെ ഒരു ഫോർമേഷൻ ചേഞ്ച് ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. ആൻഡ് അപ്പോൾ നമുക്ക് കാണാം. കാരണം അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ ആസ്റ്റൺ വില്ലയായിട്ടാണ്. ഈ പ്രീമിയർ ലീഗ് റൈറ്റ് നൗ ഏറ്റവും ഇൻഫോം ടീമാണ് ആസ്റ്റൺ വില്ല. കഴിഞ്ഞ 5 കളി കളിച്ചതിൽ 5 വിജയം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ആസ്റ്റൺ വില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ആൻ ഈസി ഗെയിം. ഡെഫിനറ്റ്ലി ഒരു ടഫ് ഗെയിം തന്നെ ആയിരിക്കും. കാരണം അവർ അത്രയും ഹൈ പെർഫോമിങ്, ഹൈ ടെമ്പോ
ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ആസ്റ്റൺ വില്ല. സോ ആസ്റ്റൺ വില്ല ആയിട്ടുള്ള ഗെയിം ഭയങ്കര ക്രൂഷ്യലാവും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലൈക്ക് പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ്സ്. ഈ ഗെയിമിനെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ട്രൈ ടു പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.